ഇവിടെ പ്രേക്ഷകരെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയെന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി പ്രവർത്തകരെ ഒടുവിൽ CPM പുറത്താക്കി. പറയുന്ന കാരണം പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി, ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത്, കടുത്ത അച്ചടക്ക ലംഘനമാണ് അയാൾ നടത്തിയത് എന്ന വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തലാണ് ഇന്ന് ഏതാണ്ട് 5 മണിക്കൂറോളം നടത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി സഖാക്കൾ വിലയിരുത്തിയത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്കൊക്കെ അറിയാം, അഴിമതിക്കെതിരെ പടയപ്പുറപ്പാട് നടത്തി എന്ന പ്രതിച്ഛായുള്ള ഒരു CPM നേതാവ്, അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി. എന്നാൽ അദ്ദേഹത്തെ ഇന്ന് രാജ്യം ആദരിച്ച വളരെ നിർണായകമായ ഒരു നിമിഷത്തിലാണ് മറ്റൊരു അഴിമതി ആരോപണം ഉന്നയിച്ചൊരു നേതാവിനെ പാർട്ടി ഇതാ പടിയടച്ച് പുറത്താക്കുന്നു. മിഥുൻ, ശ്യാമ, നമുക്കറിയാം എല്ലാ കാലത്തും പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ ആളുകളെ അടിച്ചമർത്തിയ അല്ലെങ്കിൽ പുറത്താക്കിയ ചരിത്രം മാത്രമേ CPM നേതൃത്വത്തിനുള്ളൂ. അതിന് കണ്ണൂരിലും അവസാനമില്ല എന്ന് തന്നെയാണ് തെളിയുന്നത്. ഇന്നിപ്പോൾ CPMന്റെ പയ്യന്നൂർ MLAക്കെതിരെ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ചെറിയ അഴിമതി ആരോപണമല്ല, രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയെന്ന ഗുരുതരമായ ആരോപണമാണ് MLAക്കെതിരെ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ആ നടപടി അതിലാണിപ്പോൾ കുഞ്ഞികൃഷ്ണനെ നേതൃത്വത്തിന്റെ അവമതിപ്പുണ്ടാക്കിയെന്ന കാരണം പറഞ്ഞ് പുറത്താക്കാനുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, പാർട്ടി ചട്ടങ്ങൾ ലംഘിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടി കുഞ്ഞികൃഷ്ണനെതിരെയുണ്ട്. സ്വാഭാവികമായും പാർട്ടിയുടെ ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു പൊതു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കുഞ്ഞികൃഷ്ണൻ കാണിച്ചത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നൊരു വിലയിരുത്തൽ കൂടി പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. ആരോപണ വിധേയനായ ആളുകൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം. അതാണ് ഏറ്റവും രസകരമായ കൗതുകരമായ ഒരു കാര്യം. തീർച്ചയായും അത് തന്നെയാണ്. ആരോപണ വിധേയനായ ആൾ പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. അത് ആദ്യം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് MLA സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പാർട്ടി നേതൃത്വം തുടക്കം തൊട്ട് തന്നെ സ്വീകരിച്ചിരുന്നത്. ആ നടപടി ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലൂടെ. നാളെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ നടപടി റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം ഔദ്യോഗികമായി നടപടിയെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൂചന. ആശയം അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ച നടപടി തന്നെയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്, പാർട്ടിയുടെ അപജയം തുറന്നു കാണിക്കും എന്നും അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ്. മിഥുൻ, ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണ വിധേയനെ തന്നെ വിളിച്ചു വരുത്തി ആ വിധേയൻ കൂടി അംഗമായ സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെങ്ങനെയാണ് ഇവരത് ന്യായീകരിക്കുന്നത്? പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ആ ഒരൊറ്റ കാര്യത്തിന്മേലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റായിരുന്നുവെങ്കിൽ ഈ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ കുഞ്ഞികൃഷ്ണനെ പിന്നെ എന്തിനാണ് CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉയർത്തിയെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഏറ്റവും വലിയ സംശയം ഉയർത്തുന്നത്. അതായത് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വാദങ്ങൾ ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കുഞ്ഞികൃഷ്ണനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തന്നെ അതിന്റെ തെളിവായി കൂടി തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും മറ്റേത് പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണനെ അവിടെ ഒരു നിലനിൽപ്പ് പയ്യന്നൂർ പോലെ CPMന് ശക്തി കേന്ദ്രത്തിൽ ഒരു നിലനിൽപ്പ് സാധ്യമാകുമെന്നൊരു സംശയം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്യാം, നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തിരിമറി കൃത്യമായി ചൂണ്ടിക്കാണിച്ച പാർട്ടി പ്രവർത്തകരെ പാർട്ടി ഒടുവിൽ യോഗം ചേർന്ന് പുറത്താക്കി.